പൊങ്കാലയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെങ്ങ് കയറ്റം. പൊങ്കാലയ്ക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കൊതുമ്പുണ്ടായിരുന്നില്ല. അപ്പോൾ തെങ്ങി കയറിയിട്ട് കൊതുമ്പൊക്കെ ഇങ്ങനെ പറിച്ചിടുന്നു ഏട്ടൻ. ഞാനും മമ്മിയും കൂടെ അതെല്ലാം വാരി അടുക്കി കൂട്ടി. ഇപ്രാവശ്യം ഞങ്ങൾ 3 പേരാണ് പൊങ്കാല ഇടുന്നത്. ഞാനും മമ്മിയും പിന്നെ അനിയൻ്റെ ഭാര്യ ആര്യയും. എൻ്റെതും മമ്മിയുടെയും ആദ്യത്തെ ആറ്റുകാൽ പൊങ്കാലയാണ്. ആര്യയുടേത് ഒന്നാമത്തതല്ല. പിന്നെ വിറക് കത്തിക്കാൻ വേണ്ടിയിട്ട് പ്ലാവ് വിറക് ചെറുതായിട്ട് നുറുക്കുകയാണ് ഏട്ടൻ്റെ അനിയൻ ശ്രീകുട്ടിന് തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പൊങ്കാലയുടെ തലേ ദിവസം ചൂട്ടും കൊതുമ്പും എല്ലാം റെഡിയാക്കിയിട്ട് പോവുകയാണ്. പൊങ്കാലയുടെ തലേദിവസം ഞങ്ങൾ രാവിലെ തന്നെ ഡിക്കിയിൽ എല്ലാ സാധനങ്ങളും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സുകൾ, പിന്നെ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കാനുള്ള പാത്രങ്ങൾ, അങ്ങനെ എല്ലാം കാറിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചു. പൊങ്കാലയ്ക്ക് ഞാൻ പാൽപ്പായസവും ആര്യ ശർക്കര പായസവും മമ്മി തെരളി ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം റെഡി. ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. നിവീനെ ആ സമയം പപ്പ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 4 പേരും കൂടെ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഇറങ്ങി. പോകുന്ന വഴിക്ക് കാറിനകത്ത് നിന്ന് നമുക്ക് ജടായിപ്പാറയൊക്കെ കാണാം. വൈകുന്നേരം ഞങ്ങൾ ഒരു വഴിയോര കടയിൽ നിന്ന് ചായ കുടിക്കാൻ നിർത്തി. അങ്ങനെ ഈ കടയിലാണ് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയത്. വൈകുന്നേരക്കടിയായിട്ട് അവിടെ ഇലയപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചായയും ഇലയപ്പവും കഴിച്ചു. പഴവും പിന്നെ അവലൊക്കെ നുറുക്കിയിട്ടുള്ള ഇലയപ്പമായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അത്. പിന്നെ നിവിയും ചെറുതായിട്ടൊക്കെ കഴിച്ചു. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരുവനന്തപുരം ടൗണിലെത്തി. അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ എത്തിയത്. ഞങ്ങളെപ്പോലെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് പോകുന്ന കുറേ വണ്ടികൾ നമുക്ക് കാണാം. വണ്ടിയുടെ മുകളിൽ ചൂട്ടൊക്കെ കെട്ടി പോകുന്നത് കാണാം. അപ്പോൾ ശ്രീകുട്ടൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ ലുലു മാളൊക്കെ കണ്ടു. വരുമ്പോൾ ഇവിടെ കയറാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ വരുമ്പോൾ ഒന്നും സമയം കിട്ടിയില്ല. ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ അവരുടെ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തി. ടൗൺ മുഴുവൻ ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവൻ്റെ ഫ്ലാറ്റ്. പിന്നെ ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നിവീനും കൊണ്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നടന്നില്ല. നിവിക്ക് നല്ല പനി ഉണ്ടായിരുന്നു, ചുമയും. അതുകൊണ്ട് അവൻ ഭയങ്കര കുറുമ്പായിരുന്നു. പിന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. ചപ്പാത്തി ഞങ്ങളവിടെ ഉണ്ടാക്കി. പിന്നെ പനീർ ബട്ടർ മസാലയും ഗോബി മഞ്ചൂരിയനും ആര്യ അവിടെ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഫ്ലാറ്റിൻ്റെ താഴെ ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഗണപതി ഒരുക്കൊക്കെ കഴിഞ്ഞു. അവിടെ കുറേ പേര് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. റോഡ് സൈഡിലൊക്കെ കുറേ പേര് പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. ഞാനും ആര്യയും മമ്മിയും പപ്പയും കൂടെ ഗണപതി ഒരുക്കൊക്കെ റെഡിയാക്കി. ഇത് കഴിഞ്ഞിട്ട് അടുപ്പിൽ കലം വെച്ചു. ഞാനും ആര്യയും പായസമാണ്, മമ്മി തെരളിയാണ്. ഇപ്പോൾ മമ്മിയുടെ കാര്യങ്ങളൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. പിന്നെ 10:30 ആയപ്പോൾ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് നിലവിളക്കുന്ന് ആദ്യം ആര്യ പോയി കത്തിച്ചു. ശേഷം മമ്മി, പിന്നെ ഞാൻ കത്തിച്ചു. അങ്ങനെ 3 പേരും അടുപ്പ് കത്തിച്ചു. മമ്മിയുടെ തെരളിയൊക്കെ വളരെ പെട്ടെന്നായി. അവിടെ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ പൊങ്കാലയിടാൻ വന്നവരുടെ കുട്ടികളാണ്. നിവീനെ ശ്രീകുട്ടൻ നോക്കി. ഏട്ടനിങ്ങനെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നു. അവിടെ പൊങ്കാലയിട്ടതിൽ ഏറ്റവും വലിയ 2 ചട്ടികൾ എൻ്റെ ആര്യയുടെ ആയിരുന്നു. ബാക്കിയെല്ലാവരും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചട്ടികളായിരുന്നു. പിന്നെ വെള്ളം തിളച്ച് വരാനായപ്പോൾ ഞാനും അരിയും കൂടെ അരി കഴുകിയിട്ടു. 3 പിടിയിൽ കൊള്ളാവുന്ന അരിയാണ് കലത്തിലിടേണ്ടത്. അങ്ങനെ ഞങ്ങൾ 3 പിടിയാക്കിയിട്ട് അരിയൊക്കെ അതിനകത്തോട്ട് ഇട്ടു. ഇനി ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കത്തിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യയും ഞാനൊക്കെ.
ആര്യൻ്റെത് ഏകദേശം പെട്ടെന്ന് തന്നെ തിളക്ക വന്നു. ഫ്ലാറ്റിൻ്റെ അപ്പുറത്തും കുറേ പേര് പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അവരതൊക്കെ തിളച്ച് അവർ കുരവിടാൻ തുടങ്ങി. ആ സമയത്തൊന്നും എൻ്റെതൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ആര്യൻ്റെ പൊങ്കാല നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ പിന്നെ അത് ചൂട് കുറയരുത്, നന്നായിട്ട് കത്തിച്ച് കൊടുക്കണം. അപ്പോൾ ആര്യ നന്നായിട്ട് കത്തിച്ച് കൊടുത്ത് അവളുടേത് ഇങ്ങനെ തൂകി വന്നു. ആദ്യം അവളുടെ താട്ട തൂകിയത്. പിന്നെ എൻ്റേത് തിളച്ച് തൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കലം. അപ്പോൾ ലാസ്റ്റ് എൻ്റെതും തിളച്ച് തൂവി. അപ്പോൾ വളരെ സന്തോഷമായി. തിളച്ച് തൂവിയതിന് ശേഷമാണ് തവി ഇട്ടിട്ട് ഇളക്കുക. ആ സമയപ്പോഴത്തേന് ആര്യയുടെ ശർക്കര പായസം ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പാൽപ്പായസത്തിനകത്ത് കൽക്കണ്ടാണ് ഇപ്പോൾ ഏട്ടന് ഇട്ട് കൊടുക്കുന്നത്. കശുവണ്ടി, മുന്തിരി, ഏലക്കാപ്പൊടി, നെയ്യ് ഇതൊക്കെയാണ് എൻ്റെ പാൽപ്പായസത്തിനകത്ത് ചേർത്തിട്ടുള്ളത്. ഈ സമയം അവിടെ ഉള്ളവർ തണ്ണിമത്തരൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പം നിവി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ പൊങ്കാലയും നല്ല ഭംഗിയായിട്ട് നടന്നു. ഇനിയിപ്പോൾ 2:30-ക്കാണ് തിരുമേനി വന്നിട്ട് തളിക്കുക, തീർത്ത് തളിക്കുക. അതുവരെ നമുക്ക് എവിടെയെങ്കിലും പോയി മാറി നിൽക്കുക. വെയിലായി ഇപ്പോൾ ഈ സമയം. അപ്പോൾ ഞങ്ങൾ ഈ സമയം നിവിക്ക് പാലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ പോയി. ഉച്ച സമയത്ത് അവിടുന്ന് ഊണും കിട്ടി. ശ്രീകുട്ടനും ആര്യം കൂടെ ഞങ്ങൾക്കുള്ള ഊണ് റൂമിൽ കൊണ്ടു തന്നു. നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നിവീനെ, ശ്രീകുട്ടനെ, ആര്യനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ താഴെ പോയി നിന്നു. അവിടെ പപ്പയും മമ്മി ഉണ്ടായിരുന്നു. ആ സമയത്ത് മോരുവെള്ളമൊക്കെ വന്നു, അത് ഞങ്ങൾ കുടിച്ചു. നല്ല അടിപൊളിയായിരുന്നു. ഇന്ന് ഇവിടുന്ന് കഴിച്ച എല്ലാ ഫുഡും ഫ്രീ ആട്ടോ. പിന്നെ നേരത്തെ കിട്ടിയ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതും ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. നല്ല വെയിലായതുകൊണ്ട് പൊങ്കാല ഇട്ടവരൊക്കെ മാറിയിരിക്കുകയാണ് തണലത്ത്. ഇനി 2:30 വരെ ഇതേപോലെ ഇരിക്കണം. 2:30-ക്ക് ശേഷം തീർത്ഥം തളിച്ചിട്ട് നമുക്ക് നമ്മുടെ പൊങ്കാലയും സാധനങ്ങളെല്ലാം കൊണ്ടുപോവാം. ഇപ്പോൾ 2:30 സമയമായി. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിളക്കൊക്കെ കത്തിച്ച് തിരുമേനീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. അതുപോലെ ആ ടൈല് നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു. കാലൊക്കെ എങ്ങനെയാണ് വെച്ചതെന്ന് ഞങ്ങൾക്ക് അറിയുള്ളൂ. ഭയങ്കര പൊള്ളലായിരുന്നു. അപ്പോൾ തിരുമേനി വന്നു. അപ്പുറത്തെ ഫ്ലാറ്റിലൊക്കെ തീർത്ഥം തളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടേത് തളിച്ച സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ പോയിട്ട് എൻ്റെ ഭർത്താവ് വേറെ ഏതോ ഒരു ചേച്ചിക്ക് വീഡിയോ എടുത്ത് കൊടുക്കുന്ന രംഗമാണിത്. പിന്നെ ഞങ്ങളുടെ തീർത്തൊക്കെ തളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ സാധനങ്ങളെല്ലാം വാരിക്കെട്ടി റൂമിൽ കൊണ്ടുപോവുകയാണ്. റൂമിൽ വന്നിട്ട് ഞങ്ങൾ പായസമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു. എൻ്റെ പാൽപ്പായസം, മമ്മി ഉണ്ടാക്കിയ തെരളി, ആര്യയുടെ ശർക്കര പായസമാണ്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ തിരുവനന്തപുരമൊക്കെ ഒന്ന് കാണാൻ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്.
പൊങ്കാല കഴിഞ്ഞ ഉടനെ തന്നെ നഗരസഭ ഫുള്ള് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ചുറ്റും വൃത്തികേടായതുകൊണ്ട് നഗരസഭ മുഴുവൻ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ. ഇനി നമ്മൾ നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുക. ആരും ശ്രീകുട്ടനും അമ്പലത്തേക്ക് കയറണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാവരും വരി നിന്നു. എനിക്കൊരു മുണ്ടൊക്കെ വാങ്ങിച്ചു. മുണ്ടെടുത്തിട്ട് വേണമല്ലോ അകത്തോട്ട് പോകാൻ. പിന്നെ കുറേ സമയം നീണ്ടു നിന്ന ക്യൂവിനിടയിൽ ഞങ്ങളകത്ത് കയറി. അകത്ത് മൊബൈലൊന്നും അലൗഡല്ല, അതുകൊണ്ട് അകത്തത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് പുറത്തുള്ള കടകളിലൊക്കെ കാഴ്ചകളാണ്. ഇതവിടെയുള്ള ക്ലോക്ക് റൂമിലൊന്നാണ്. ഇവിടെ മുണ്ട് വാങ്ങിക്കാനും പിന്നെ നമുക്കവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. ഇവിടെ നിന്നാണ് ഇപ്പോൾ എൻ്റെ മുണ്ട് വാങ്ങിച്ചത്. പിന്നെ പുത്തൻമാളിക പാലസ് മ്യൂസിയം ഉണ്ടായിരുന്നു. അതും ജസ്റ്റ് ഇങ്ങനെ കണ്ടു. ക്ലോസ്ഡ് ആണ്, അതിൻ്റെ അകത്തൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ക്ഷേത്രക്കുളവും ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് കണ്ടു. വൈകുന്നേര സമയത്ത് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയതാണ്. 8:30 വരെ ഞങ്ങൾ അതിൻ്റെ അകത്ത് ക്യൂവിൽ നിന്നു. പിന്നെ ആകെ കയ്യോടലേ കാലോടലേ അമ്മാതിരി അവസ്ഥയായി വരി നിന്ന്. ലാസ്റ്റ് ഞങ്ങൾ 8:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങി. അപ്പോഴത്തേനും വിശപ്പം തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ നിവീനെ ശ്രീകുട്ടൻ്റെയും ആര്യയുടെ അടുത്തും കൊടുത്തിരുന്നു. അവൻ കാറിൽ വെച്ചിട്ട് ഭയങ്കര കളി എന്തൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. നിവിക്ക് പനിയും ചുമ ആയതുകൊണ്ട് ഞങ്ങൾ അവന് ഒരു വെജ് സൂപ്പ് വാങ്ങിച്ചു കൊടുത്തു. അവൻ കുറച്ചത് കുടിച്ചു. ബാക്കി എല്ലാവരും ബിരിയാണിയും ഫ്രൈഡ് റൈസ്, അൽഫാം, ചപ്പാത്തി, ചിക്കൻ കടായി ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു റൈഡിന് പോയി. ആറ്റുകാല അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലല്ലോ ഞങ്ങൾക്ക് തലേദിവസം. അതുകൊണ്ട് അവിടുത്തെ പോകുന്ന വഴിക്ക് കുറേ ദേവീനെയൊക്കെ അലങ്കരിച്ചിരിക്കുന്നതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കറങ്ങാൻ പോയി. അപ്പം കണ്ട സംഭവങ്ങളൊക്കെയാണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാ സ്ഥലവും ഭയങ്കരമായിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇതാണ് ആറ്റുകാലിക്ക് പോകുന്ന വഴി. അവിടെ അങ്ങോട്ട് കടത്തി വിടില്ല വണ്ടിയൊന്നും, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി കാണാൻ പറ്റിയില്ല. പിന്നെ നിവീനും കൊണ്ട് കുറേ നടന്നു പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പോയില്ല. അപ്പോൾ അവിടുത്തെ ഡെക്കറേഷൻസൊക്കെ കണ്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കര വലിയ ഉത്സവമാണ് ഇവിടുത്തെ. ഓരോ തെരുവിലും ഇങ്ങനെ ദേവീനെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ചിലയിടത്ത് ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് അലങ്കരിച്ചത്, ചിലയിടത്ത് പുഷ്പങ്ങൾ വെച്ചിട്ടാണ് അലങ്കരിച്ചത്. എന്തായാലും നല്ല ഭംഗിയായിരുന്നു. എല്ലാ ദേവികളെയും കാണാൻ ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ രാത്രി ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ ഫ്ലാറ്റിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.